ഇവിടെ ജോസഫ് മാരിയ ജോസഫ് ഉണ്ടാക്കിയെടുത്ത മാരിയ ജോസഫും ജിജി മാരിയും ഉണ്ടാക്കിയെടുത്ത ഒരു സ്ഥാപനമാണ്, ഒരു ട്രസ്റ്റാണ് ഫിലോക്കാലിയ. ഈ ഫിലോക്കാലിയയുടെ കീഴിൽ ഒത്തിരി 8-9 സ്റ്റാഫുകളുണ്ട്, 9 10 ഉണ്ട്. അവര് ഈ സ്ഥാപനത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. ആ ഒരു സ്ഥാപനം വഴി ഒരുപാട് മനുഷ്യർക്ക്, വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു, കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നു, മരുന്ന് എത്തിക്കുന്നു, രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് മരുന്ന് എത്തിക്കുന്നു, അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുന്നു. 100 വീടുകൾ, 100 200 വീടുകൾ തന്നെ അവർ വെച്ച് കൊടുത്തു കഴിഞ്ഞു ഇതിനോടകം. ഇപ്പോഴും പലതും പകുതി വഴിയിൽ നിന്നിരിക്കുകയാണ്. കാരണം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അടിയാണ് വിഷയം. ഇവിടെ ഭാര്യയ്ക്ക് മറ്റൊരാളെ സംശയം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നത്, തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തണം. ഇവിടെ ഭാര്യ എന്ന് പറയുന്ന ജിജിക്ക് അജ്മൽ എന്ന് പറയുന്ന വ്യക്തിയെ പുറത്താക്കണം. അതെന്താണ് കാരണമെന്നറിയില്ല. ഈ അജ്മൽ എന്ന് മുസ്ലിം നാമധാരി ആയതുകൊണ്ടാണോ ജിജിക്ക് ഈ വ്യക്തിയെ പുറത്താക്കണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം? അതുകൊണ്ടാണോ? അതോ ഇദ്ദേഹവുമായി താങ്കൾ ആരോപിക്കുന്ന സെക്സ് ആണോ താങ്കളുടെ വിഷയം? താങ്കളൊരു സ്ത്രീയായിരിക്കെ താങ്കളുടെ ഭർത്താവ് മറ്റൊരാളിൻ്റെ അടുത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനോ ആവട്ടെ, അവരെടുത്ത് പോകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? താങ്കൾക്കാണ്. ഒരു ഉത്തമമായ ഭാര്യയുടെ കാര്യനിർവഹണം എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ നിറവേറുക എന്നുള്ളതാണ്. എന്ന് കരുതി എല്ലാം എന്നല്ല. അദ്ദേഹത്തിന്, ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യങ്ങൾ നിറവേറുക എന്നുള്ളതാണ് ഭാര്യയും ഭർത്താവിൻ്റെയും കർത്തവ്യം. ഭർത്താവ് ഭാര്യയ്ക്കും ആവശ്യമായ എന്തും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് രണ്ടുപേരുടെയും പരസ്പര വിശ്വാസം. ആ വിശ്വാസത്തിൽ വിള്ളൽ വീഴുമ്പോഴാണ് പല പ്രശ്നങ്ങളും പലയിടത്തും രൂപം കൊള്ളുന്നത്. ഇവിടെ അജ്മൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ജിജിക്ക് വലിയ പ്രശ്നമായി മാറിയത്. ജിജിയും ജിജിയുടെ പിതാവും ചേർന്ന് ഈ ഫിലോക്കാലിയ എന്ന് പറയുന്ന ട്രസ്റ്റിൽ നിന്നും ഒരുപാട് പൈസ അടിച്ചു മാറ്റി എന്ന് ഒരുപാട് വേദികളിൽ, ഒത്തിരി വേദികളിൽ അദ്ദേഹം, അതായത് മാരിയ ജോസഫ് താങ്കളുടെ ഭർത്താവ് തന്നെയാണ്, പുറത്തു നിന്നൊരു മനുഷ്യനല്ല എന്ന് തീർച്ചും നിങ്ങൾ ഓർക്കണം. താങ്കളുടെ ഭർത്താവ് തന്നെയാണ്. യൂട്യൂബിലാവട്ടെ മറ്റു പല പ്ലാറ്റ്ഫോമിലാകട്ടെ അദ്ദേഹം പൊതുസമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞത്, തൻ്റെ അമ്മായച്ചൻ വരുമ്പോൾ ഒരു കാലി കീസുമായി വരുന്നു, പോകുമ്പോൾ അത് നിറച്ചും പണവുമായി പോകുന്നു. കാണുന്ന KSFE ചിട്ടി ഫണ്ടുകളിൽ കയറി പലരുടെയും പേരിൽ ചിട്ടി കെട്ടുന്നു. ഇതങ്ങനെ ചിട്ടി കെട്ടാനുള്ള പണമല്ല, ഇതങ്ങനെ കൊണ്ടുപോയി ദൂർത്തടിക്കാനുള്ള പണമല്ല. ഓരോ മലയാളിയും ഓരോ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് കിട്ടുന്ന അതിൽ നിന്ന് ഒരു വിഹിതം പാവങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി, അതായത് ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന പാവങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി അവരൊരു വിഹിതം അയക്കുമ്പോൾ ദൈവത്തെ പോലും കടത്തി വെട്ടിക്കൊണ്ട് നിങ്ങൾ എടുത്ത് നിങ്ങളെ ആവശ്യങ്ങൾ നടക്കുക. നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി നിങ്ങൾക്ക് ധാരാളിത്തമായ ചെലവഴിച്ച് ദൂർത്തടിച്ച് ലാവിഷായിട്ട് ചെലവാക്കി ചുറ്റിക്കറങ്ങി നടക്കുക. കണ്ട ആൾക്കാരുടെ കൂടെ വണ്ടിയിൽ കയറി ചുറ്റുക, മദ്യപിക്കുക, ധാരാളിത്തമായി ചെലവാക്കുക, ദൂർത്തടിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ. നിങ്ങൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞു വരുന്ന എൻ്റെ കാരണം, അടുത്ത സമയത്ത് ആണല്ലോ നമ്മുടെ ജിജി മാരിയയുടെ തലയടിച്ച് പൊട്ടിച്ചു. അവരുടെ കണ്ടതാണ്, വീഡിയോയിൽ കണ്ടതാണ്, ഞാൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ അവരുടെ ബാക്ക് സൈഡിൽ കൂടി ബ്ലഡ് ഒലിക്കുന്നു. പക്ഷേ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം, ഇവിടെ ജിജി മാരിയോ ഒരു വീഡിയോ ഇറക്കി തൻ്റെ നിസ്സഹായാവസ്ഥ പൊതുസമൂഹത്തിനോട് വിളിച്ചു പറയാൻ. അതായത് ഈ പറയുന്നിടത്തൊന്നല്ല കാരണങ്ങൾ, അങ്ങനെ അല്ല കാര്യങ്ങൾ എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ജിജി മാരിയോ ഒരു വീഡിയോ ചെയ്തു. അത് ഫിലോക്കാലിയ എന്ന സ്ഥാപനത്തിൽ നിന്നുകൊണ്ടാണ് അവർ ആ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ആ വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനമാക്കിയാണ് ഞാനും ഈ വീഡിയോ ചെയ്യുന്നതും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും. അതിനോടൊപ്പം അജ്മലും, ഈ പറയുന്ന അജ്മൽ, ഇവർ പുറത്താക്കണം എന്ന് പറയുന്ന അജ്മലും ഈ ജിജിക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 വീഡിയോ നമുക്ക് കാണണം. ഒപ്പം ആദ്യം കാണേണ്ടത് നമ്മുടെ ജിജി മാരിയോ ചെയ്ത വീഡിയോ ആണ്.
ക്യാബിൻ തുറക്കൂ, ക്യാബിൻ തുറക്കൂ പ്ലീസ്, പ്ലീസ് ക്യാബിൻ തുറക്കൂ. കഴിഞ്ഞ് ഇവർ ഇറച്ചിങ് വന്നു ആ വീട്ടിലേക്ക്. ഞാൻ തന്നെ നിന്നിട്ട് അത് ഗ്ലാസ് ആണ് ഡോറ്. ഞാൻ അത് ഓടിപ്പോയി ക്ലോസ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിന് ക്ലോസർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അടയില്ല. അതിങ്ങനെ നമസ്കാരം, ഞാൻ ജിജി മാരിയോ, ഫിലോക്കാലിയ ഫൗണ്ടേഷനിൽ നിന്നും. ഒരുപാട് ദിവസം ആലോചിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ. ക്യാബിൻ തുറക്കൂ, ക്യാബിൻ തുറക്കൂ, എനിക്ക് അധികാരമൊന്നും വേണ്ട. അപ്പോൾ ജിജി മാരിയോ പറയാൻ ഉദ്ദേശിക്കുന്നത് തൻ്റെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ല, താൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യസന്ധമാണ്. ഇതിൻ്റെ പിന്നിൽ മാരിയോ ജോസഫാണ്, അല്ലെങ്കിൽ അജ്മലാണ്, അല്ലെങ്കിൽ വേറെ ഒന്ന് രണ്ട് ആൾക്കാരുണ്ട്. ഇവരുടെ പേരിൽ ഈ കുറ്റം ആരോപിക്കുകയും അവരെ തെറ്റുകാരാക്കുകയും ഇവരെ പുറത്താക്കണം പറഞ്ഞുകൊണ്ടാണല്ലോ ഈ തലയിലടിയും സെറ്റ് ബോക്സും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നതും തൻ്റെ മകൾ കിടന്ന് അലറുകയും വിളിക്കുകയും ചെയ്യുന്നതും. ആ പെൺകുട്ടിയും പറയുന്നുണ്ട് പിന്നെ ഈ അജ്മലിനെ പുറത്താക്കണം, അമ്മയെ അകത്താക്കണം. അമ്മയെ അകത്താക്കണമെന്ന് പറഞ്ഞാൽ കേസ് വഴി അകത്താക്കണമെന്നാണോ മകൾ ഉദ്ദേശിച്ചത്? അതോ ഈ അമ്മയെ ഈ സ്ഥാപനത്തിൽ വീണ്ടും കയറ്റണമെന്നാണോ? ഈ മകളോട് പറയാനുള്ളത്, അമ്മയ്ക്കും അമ്മയുടെ പിതാവിനും അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങൾക്കും ഈ പാവങ്ങൾ ലോകമെമ്പാടും കിടക്കുന്ന മലയാളികൾ കഷ്ടപ്പെട്ട് അതിലൊരു വിഹിതം, അത് 1 രൂപയാകാം, 10 രൂപയാകാം, 100 രൂപയാകാം, 1000 ആകാം, ലക്ഷങ്ങളാകാം. അത് അയക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് അവർ തൻ്റെ പേര് വെളിപ്പെടുത്താതെ, തൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ പലരും ഈ ഫിലോക്കാലിയ എന്ന് പറഞ്ഞ ട്രസ്റ്റിലേക്ക് പണം അയക്കുന്നത്. ഇവിടെ എടുത്ത് ധൂർത്തടിക്കാനല്ല. അപ്പോൾ നമുക്ക് ഈ ജിജി മാരിയോ താൻ ചെയ്ത കാര്യങ്ങൾ സ്ട്രെയിറ്റ് ആണ്, താൻ തെറ്റുകാരിയല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ജിജി മാരിയോ ഈ വീഡിയോയിലൂടെ പലതരത്തിലും പല കാര്യങ്ങളും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. താൻ ചെയ്തത് ശരിയാണ്. പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നത് ജിജിക്ക് പല കാര്യങ്ങളും ഒളിക്കുവാനുണ്ട് എന്നാണ്. ഇവിടെ ഈ വീഡിയോയിലൂടെ ജിജി പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പാളിപ്പോയോ എന്നും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ട് തിരിച്ചു വരാം. വരുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞാനും മക്കളും സോഷ്യൽ മീഡിയയിൽ ബലിയാടായിക്കൊണ്ടിരിക്കുകയാണ്. സത്യം അറിയാതെയാണ് പലരും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും ട്രോളുകൾ ഉണ്ടാക്കുന്നതും കണ്ടന്റ് ഉണ്ടാക്കുന്നതും. അതിൽ എനിക്കും എൻ്റെ 2 പെൺമക്കൾക്കും അതിതീവ്ര വേദനയുണ്ട്. പലരും ആവശ്യപ്പെട്ടു, സത്യം നിങ്ങളുടെ ഭാഗത്താണ് എങ്കിൽ എന്തിനു ഭയപ്പെടണം, സമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് തുറന്നു പറയണമെന്ന്. പക്ഷേ ഞാൻ അപ്പോഴും മടിച്ചു. കാരണം ആരെയും കുറ്റവാളിയാക്കാനോ അല്ലെങ്കിൽ അപമാനിക്കാനോ ഉള്ളൊരു മനസ്സ് എനിക്ക് വരാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസങ്ങൾ മൗനം പാലിച്ചത്. ആ മൗനം കൂടുതൽ കാര്യങ്ങൾ വഷളത്തരത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ലാതെ യാതൊരുവിധ പ്രതിവിധിയും തരുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ചില ഭാഗങ്ങൾ എനിക്ക് വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയതും നിങ്ങളുടെ മുമ്പിൽ വരുന്നതും. ഇപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 4 വർഷമേ ആയിട്ടുള്ളൂ. 4 വർഷം കൊണ്ട് 200ഓളം വീടുകളാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന് വെച്ചു കൊടുക്കാൻ കഴിഞ്ഞത്. അതുകൂടാതെ കോടികളുടെ രൂപയ്ക്ക് മരുന്ന് വിതരണവും എഡ്യൂക്കേഷൻ ഹെൽപ്പും വെഡ്ഡിംഗ് ഹെൽപ്പും ചികിത്സാ സഹായവും ഒക്കെയായിട്ട് ഒരുപാട് നന്മ പ്രവൃത്തികൾ ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ വർഷം അദ്ദേഹം, അതായത് എൻ്റെ ഹസ്ബൻഡ് മാരിയോ ജോസഫ്, വളരെ രഹസ്യമായിട്ട് ഞാൻ അറിയാതെ സെക്ഷൻ 8 ആക്ട് പ്രകാരം ഒരു പാരലായിട്ട് ഫിലോക്കാലിയയുടെ പേരിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിൽ എനിക്ക് അംഗത്വമില്ല, ഞാൻ അറിയുന്നില്ല. മിസ്റ്റർ ദേവസ്യ സൈലന്റ് പാർട്ട്ണറായിട്ട് അവരുടെ ഭാര്യ സുലേഖ, സൈലന്റ് പാർട്ട്ണറായിട്ട് അഡ്വക്കേറ്റ് മഹേഷ്, മിസ്സിസ് റോസ്ലി, പിന്നെ അജ്മൽ കുത്തുകൽ, ഇവരെല്ലാവരും അടങ്ങുന്ന ഒരു ടീമാണ് ഇതിനെ നയിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അറിയാൻ വൈകി. അറിഞ്ഞപ്പോൾ ഞാൻ അതിനെ ചോദ്യം ചെയ്തു, എതിർത്തു. ഞാൻ ആദ്യം മൗനം പാലിച്ചു. സാരമില്ല, പൊക്കോട്ടെ, കമ്പനി ആക്ട് അത് അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കെ ഞാൻ നോക്കിയപ്പോൾ 6 മാസമായിട്ടും ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു പ്രവർത്തനങ്ങളും മുന്നോട്ട് നടക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു കുറേ സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു,
ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കരുത്. ട്രസ്റ്റിൽ നടക്കുന്ന വർക്കുകൾ പൂർത്തിയാക്കണം. കാരണം എത്രയോ കുടുംബങ്ങളുടെ കണ്ണുനീരുണ്ട്. ഈ 30 കുടുംബങ്ങളും പല പ്രാവശ്യമായിട്ട് ഓഫീസിൽ കയറി ഇറങ്ങുകയും വീട് പണി പൂർത്തിയാക്കി തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം അതൊന്നും ചെവിക്കൊണ്ടില്ല. അവരുടെ കണ്ണുനീര് എനിക്ക് കാണാതിരിക്കാൻ പറ്റിയില്ല. ഇതാണ് ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ മൂല കാരണം. അങ്ങനെയുള്ള ഒരു തർക്കങ്ങളൊക്കെ നടക്കുന്നതിനിടയ്ക്ക് ഞാൻ അജ്മൽ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ അടുത്ത് വാട്സപ്പിൽ സന്ദേശം അയച്ചു. അദ്ദേഹം ഇപ്പോൾ ശരിക്കും കുറച്ച് സ്റ്റേബിൾ ആണ്. അദ്ദേഹം പറയുന്നതനുസരിച്ച് നിങ്ങൾ കൂട്ടി നിൽക്കരുത്, കുടുംബം തകർക്കരുത്, ഞങ്ങളുടെ കുടുംബം തകർക്കരുത്, പ്രസ്ഥാനം തകർക്കരുത്, നിങ്ങൾ മാറിപ്പോണമെന്ന് അപേക്ഷിച്ചു. അതുപോലെ തന്നെ മിസ്റ്റർ ദേവസിയോടും അഡ്വക്കേറ്റ് മഹേഷിനോടും ദേവസിയുടെ ഭാര്യ സുലേഖയോടും ഞാൻ ബെഗ് ചെയ്തു, ദയവ് ചെയ്ത് ഒരു അമ്മയുടെ വേദനയാണ്, രോദനമാണ്, ഞങ്ങളുടെ കുടുംബജീവിതം തകർക്കരുത്, പ്രസ്ഥാനം നശിപ്പിക്കരുത്, നല്ല രീതിയിൽ പോകുന്ന ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഇപ്പോൾ നമുക്ക് അത് തന്നെ കൊണ്ടുപോയാൽ മതി. ഈ ഫിലോകാലിയ ഫൗണ്ടേഷൻ എന്നുള്ള കമ്പനി ആക്ടിലുള്ള പ്രസ്ഥാനമൊക്കെ കുറേയും കൂടെ വളർന്നു കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഈവൻ അത് തുടങ്ങിയാണെങ്കിലും നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിലും ഒരു വിരോധവും ഇല്ല. പക്ഷേ ഈ ട്രസ്റ്റിലെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കരുതെന്ന് കിഞ്ചി. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ചിലപ്പോൾ ഒറ്റ ബുദ്ധിയിൽ എടുക്കുന്ന ചില തീരുമാനങ്ങളൊന്നും ശരിയാകണമെന്നില്ല, നിങ്ങൾ അതിന് കൂട്ടി നിൽക്കരുത്. അദ്ദേഹം ഇപ്പോൾ മെന്റലി ഇച്ചിരി സ്റ്റേബിൾ അല്ലാത്തതുപോലെ തോന്നുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾ കൂട്ടി നിൽക്കരുത്, കുടുംബം തകർക്കരുത് എന്ന് പല പ്രാവശ്യം ബെഗ് ചെയ്തിട്ടും അവരത് കേൾക്കുവാൻ തയ്യാറായില്ല. പല പ്രാവശ്യം അവർ ഗൂഢാലോചന നടത്തുകയും എന്നെ ഓഫീസിൽ കയറ്റാതാക്കുകയും എന്റെ ക്യാബിനിൽ അവർ കയറിയിരുന്ന് മീറ്റിംഗ് നടത്തുകയും എന്നെ ക്യാബിന് പുറത്ത് പൂട്ടിയിടുകയും, അതായത് ഓഫീസ് ഒരു എന്റെ ക്യാബിൻ ലോക്ക് ചെയ്തിട്ട് അതിനകത്തിരുന്ന് മീറ്റിംഗ് നടത്തി എന്നെ അകത്തോട്ട് കയറ്റാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. എനിക്കതിനൊരു ഉത്തരമില്ല. ഞാൻ ഇത്രയും പറഞ്ഞത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഇഷ്യൂസിന് ഞാൻ ക്ലാരിറ്റി തന്നേ ഉള്ളൂ. ഇനിയും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ഈ സമൂഹത്തിനോട് പറയാനുണ്ട്. കാരണം കുറ്റപ്പെടുത്തി ചാപ്പ് കുത്തുന്നതിന് മുമ്പ്, എന്നെയും എൻ്റെ മക്കളുടെയും നെറ്റിയിൽ ചാപ്പ് കുത്തുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ ഈ ലോകം അറിയേണ്ടതുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് സംരക്ഷിക്കുക, അതുവഴിയുള്ള ഒരുപാട് നന്മ പ്രവൃത്തികൾ മുടങ്ങാതിരിക്കുക, എൻ്റെ മക്കളുടെ ഭാവി സേഫാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്, ആരുമില്ല, ഞാൻ തനിച്ചാണ്. എനിക്കിപ്പോൾ ഡ്രൈവറില്ല, പരിചാരകരില്ല, സ്റ്റാഫില്ല, കൂട്ടി നിൽക്കാൻ ആരുമില്ല, കൂട്ടുകാരില്ല, മാലോകരില്ല, അയൽവക്കക്കാരില്ല, ആരുമില്ല. ഒറ്റയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഞാനും എൻ്റെ 2 മക്കളും തനിച്ചാണ്. പക്ഷെ എങ്കിലും സത്യം ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാ ഇത്ര ധൈര്യത്തോടു കൂടി ഇപ്പോഴും നിൽക്കാൻ പറ്റുന്നതും ജീവനോടുകൂടി ഞങ്ങൾ ഇരിക്കുന്നതും. പ്രത്യേകിച്ച് ദൈവത്തിന്റെ കരുതലായിട്ട് കാണുന്നു. അതായത് ജിജി അറിയാതെ ഇവർ മറ്റൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ ഈ ഫിലോകാലിയ എന്ന് പറയുന്ന ട്രസ്റ്റ് പല തരത്തിലും ബുദ്ധിമുട്ടുന്ന വക്കിലേക്ക് പോവുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങളൊന്നും കാര്യമായി നടക്കുന്നില്ല. കമ്പനി അവർ പ്രത്യേകം സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇവിടെ മാരിയോ ജോസഫ് താൻ ഇറക്കിയ അദ്ദേഹമാണ് ആദ്യം വീഡിയോ ഇറക്കുന്നത്. ആ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു, ഈ ഫിലോകാലിയ എന്ന് പറയുന്ന ട്രസ്റ്റിൽ നിന്നും ഇവർ സാമ്പത്തികം എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം അതായത് നിയമപരമായി ആർക്കും ഒരു രീതിയിലും ഒരു വെട്ടിപ്പും തട്ടിപ്പും സാമ്പത്തിക ഇടപാടുകൾ തിരിമറികളും നടത്താൻ കഴിയാത്ത രീതിയിൽ ഈ പ്രസ്ഥാനത്തെ മാറ്റിയെടുക്കണം എന്ന് അദ്ദേഹം വിചാരിച്ചത് കൊണ്ടാണ് മറ്റൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും അതുവഴി ഈ ഇതിലേക്ക് വരുന്ന സാമ്പത്തികം അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ്. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമപരമായ രീതിയിൽ അത് മാറ്റണം എന്നുള്ള രീതിയിൽ കൂടിയാണ് അങ്ങനെ മറ്റൊരു സ്ഥാപനം തുടങ്ങുകയും അതിൽ മറ്റ് ചിലർ അതായത് നമ്മൾ ഈ പറയുന്ന അത് നമ്മളല്ല, ഈ ജിജി മാരിയോ പറയുന്ന ചില വ്യക്തികളെ അതിൽ അംഗമാക്കുകയും ചെയ്തത്. ഇവിടെ ജിജി അറിഞ്ഞപ്പോൾ അതിനെ എതിർക്കുകയും അത് ഈ ഫിലോകാലിയ എന്ന ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ ഒരിക്കലും തടയരുത്, അതിനെ തകർക്കരുത്, നാം 2 പേരും ചേർന്ന് രൂപം കൊടുത്ത ഒരു പ്രസ്ഥാനമാണത്, അത് വളർത്തിയെടുക്കാൻ 2 പേരും 2ആയി നിന്നാൽ ഒരിക്കലും അത് മുന്നോട്ട് പോകില്ല എന്ന് ബോധ്യപ്പെടുകയും ഇവിടെയാണ് തങ്ങളുടെ പ്രശ്നം ഉടലെടുക്കുകയും ചെയ്യുന്നതെന്നാണ് ജിജി ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിന്റെ പിന്നാമ്പുറം കഥകൾ അതല്ല. ഇതിൽ മറ്റൊരു കാര്യം അവർ പറയുന്നുണ്ട്, അതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. ഇവിടെ
ജിജിക്കും തൻ്റെ കുട്ടികൾക്കും, അതായത് പെൺകുട്ടികൾക്കും മാനസികമായി ഒരുപാട് പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഉണ്ടാകുന്നു എന്ന് ജിജി പറയുന്നു. അതിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഒരു കുടുംബജീവിതം തകർന്നു പോകുന്നതിനെ കുറിച്ച് ആരും ചിന്തിക്കരുത്. എപ്പോഴും ഒരു കുടുംബജീവിതത്തെ ഒന്നിപ്പിക്കാൻ വേണ്ടി മാത്രമേ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഇവിടെ ജിജിക്കും കുടുംബത്തിനും അങ്ങനെ അപമാനം ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർത്തും 100% തെറ്റാണ്. പക്ഷേ നിങ്ങൾ ഓർക്കണം, ജിജി ഓർക്കണം, താങ്കളുടെ ഭർത്താവ് തന്നെയാണ് എല്ലാ വേദികളിലും എല്ലാ പ്ലാറ്റ്ഫോമുകളിലും വന്നിരുന്ന് എൻ്റെ ഭാര്യയും എൻ്റെ പിതാവും അവരുടെ കുടുംബവും ഞങ്ങളോട് ഈ രീതിയിൽ ഈ ഒരു ഫിലോക്കാലിയ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ, ഒരു ട്രസ്റ്റിനെ നശിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്യുന്നതെന്ന് വിളിച്ചു പറയുന്നത് മറ്റാരുമല്ല. ഒപ്പം നിങ്ങളും അതിന് ഒരു വലിയ ഉത്തരവാദിയാണ്. നിങ്ങളാണ് അതിനൊരു വലിയ കാരണക്കാരി. നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് പ്രശ്നങ്ങൾ ഉദിക്കുന്നതെന്ന് 100% ആൾക്കാർ വിശ്വസിക്കുന്നു. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ. ഇതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒന്നിച്ചു നിന്നാൽ. 10-30 വീടുകളുടെ പ്രവർത്തനങ്ങൾ പകുതി വഴിയിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ തന്നെ, ജിജി തന്നെ പറയുന്നു. ഇവിടെ മറ്റൊരു കാര്യവും കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അജ്മൽ എന്ന് പറയുന്ന വ്യക്തി ജിജിക്ക് വേണ്ടിയോ ജിജിക്കെതിരായോ പറഞ്ഞിരിക്കുന്ന ആ വീഡിയോ കണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. പക്ഷേ ഈ നല്ല പ്രവർത്തികൾ, ഈ സൽപ്രവർത്തികൾ നിങ്ങൾ അവസാനിപ്പിക്കരുത്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ ഇനിയും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. മുടങ്ങിക്കിടക്കുന്ന വീടുകളുടെ പ്രവർത്തനങ്ങൾ, വീടുകളുടെ വർക്കുകൾ ചെയ്ത് ആ പാവങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കണം. കാരണം നിങ്ങളെ വിശ്വസിച്ചാണ് അവർ ഇതിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത്. ഒരിക്കലും അവർക്കൊരു ഭവനം ഇല്ലാതെ ഉണ്ടാവരുത്. അവർക്ക് ചെയ്തു കൊടുത്ത് പൂർത്തിയാക്കി അവരുടെ സന്തോഷം നിങ്ങൾ നേടിയെടുക്കുക. ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അജ്മൽ പറയുന്ന വീഡിയോയിലൂടെ നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു വിഷയമായി വരാം എന്ന പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. തല്ല് നടന്നോ? അങ്ങനെ ഒരു മർദ്ദനം നടന്നോ അവിടെ? ഇപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ഇറങ്ങിയിട്ടില്ലേ? ആ വീഡിയോയിൽ അതിനുള്ള വ്യക്തമായ ഉത്തരം കിടക്കുന്നുണ്ട്. വെറും മാരിയോ അല്ല, സൂപ്പർ മാരിയോ ആണെന്നുള്ളത്. അല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. കാരണം ഇത്രയും പേര് നോക്കി നിങ്ങൾക്ക് അടിച്ച് തല പൊട്ടിച്ച് ഹോസ്പിറ്റലാക്കി അത് ഇതാക്കി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതെനിക്ക് മദ്യപിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ. മദ്യപിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമല്ല. ലഹരി മാത്രമാണ് പുള്ളിക്കാരിൽ പോകുന്നത്. ലഹരി അജ്മലും തമ്മിൽ ബന്ധമുണ്ട്, ഹോമോസെക്ഷൽ ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആരോപിക്കുന്നത്. ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയായിരുന്നു. ഞാൻ ക്രിസ്ത്യനിലോട്ട് കൺവേർട്ട് ആയപ്പോൾ തന്നെ ഞാൻ ഇതിനും വലിയ അടിയും തൊഴിയും കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. കടയുടെ തിരുനാൾ വരെ പേപ്പർ വെച്ച് കിടക്കേണ്ട അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. പുള്ളി ഇസ്ലാം മതവിശ്വാസി ആയിരുന്ന സമയത്ത് ക്രിസ്ത്യൻ മതമാണ് സത്യം, അതാണ് ഏകദൈവം എന്ന് മനസ്സിലാക്കി ആ ഒരു വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ, അത് ആ ഒരു സത്യത്തിന്റെ കൂടെ അന്ന് നിന്നപ്പോൾ പുള്ളിക്ക് പുള്ളിയുടെ വാപ്പാനെയും ഉമ്മാനെയും കുടുംബങ്ങളും ആ ഒരു സമൂഹം തന്നെ നഷ്ടപ്പെട്ടു. മനസ്സിലായി? സത്യത്തിന്റെ കൂടെ നിന്നപ്പോൾ ഇപ്പോഴും അതുപോലെ തന്നെ ജിജി ചെയ്ത തെറ്റുകൾ, ഇത് ആദ്യം പുള്ളി ഇങ്ങനെ വിഷയങ്ങൾ നടന്നപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കുടുംബ പ്രശ്നമല്ലേ തീർത്തൂടെ എന്നുള്ളത്. പുള്ളി പോയിട്ട് ആദ്യം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വീഡിയോ ചെയ്യാനോ ആരെയും കുറ്റം പറയാനോ നിന്നിട്ടില്ല. പറഞ്ഞു കേട്ടതാണ് 1-2 വസ്തുക്കൾ വാങ്ങിയതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ബ്രദർ ചോദ്യം ചെയ്തതിന്റെ പുറത്ത് പുള്ളിക്കാരി ഒരു കത്തി എടുത്തിട്ട് പുള്ളിയെ കുത്തി. അത് കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പുള്ളി അതിനൊരു കംപ്ലൈന്റ് കൊടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് അവർ തമ്മിൽ സംസാരിച്ച ഒരു മധ്യസ്ഥയിലെത്തി ഇതൊരു വിഷയമാവാത്ത ലെവലിൽ ഒതുക്കി തീർക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇവർ 2 പേര് 2 സ്ഥലത്ത് താമസിച്ചിട്ടുണ്ട്. അതായത് ബ്രദർ പീലാർമൊഴിയുള്ള ഒരു വീടുണ്ട്. വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു ഓഫീസാണ്. അതിന്റെ മുകളിൽ താമസിക്കാനുള്ള സൗകര്യം അറച്ചിട്ടുണ്ട്. അവിടെയാണ് താമസിച്ചിരുന്നത്. ചേച്ചി ഡിവൈൻ വീട്ടിലുമാണ് താമസിച്ചിരുന്നത്. അന്ന് അതിന് എന്താണ് അത്ര പ്രൂഫ് എന്ന് വെച്ചാൽ സുനിൽ വക്കീൽ, അതായത് ഇവരെ ലീഗലി ഇവരെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന നമ്മുടെ ചാലക്കുടിയുള്ള സുനിൽ വക്കീൽ അതിന് വ്യക്തമായിട്ടൊരു വക്കീൽ നോട്ടീസ് പോലും അയച്ചിരുന്നു. ചേച്ചിക്കോ മറ്റു ബന്ധുക്കൾക്കോ അനുവാദം കൂടാതെ എന്താ പറയുക ഈ പറയുന്ന ബിൽഡിങ്ങിലോട്ടോ മറ്റതിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വ്യക്തമായിട്ടൊരു നോട്ടീസ് വരെ അയച്ചിരുന്നു. ഈ പറയുന്ന സംഭവം നടന്നത് ഈസ്റ്ററിന്റെ സമയത്താണ്. അത് കഴിഞ്ഞിട്ട് 2025 മെയ്യിലാണ് ഈ ഫിലോക്കാലിയ ഫൗണ്ടേഷനിലേക്ക് അജ്മലും ദേവസ്യ ആന്റണി മാഷും വരുന്നത്. കാരണം അന്ന് വക്കീൽ നമ്മൾ രജിസ്റ്റർ ചെയ്തതിൻ്റെ അകത്തൊക്കെ ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതിനെല്ലാം പ്രൂഫ് കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം ഞങ്ങളുടെ കയ്യിൽ വരുന്ന സമയത്തും മാഷോടും ബ്രദർ പറഞ്ഞ വ്യക്തമായൊരു കാരണമുണ്ട്. ഇവിടെ ഇന്ന ക്രമക്കേടുകളും കാര്യങ്ങളും ചെയ്തതിൻ്റെ പുറത്ത് ഇത് തിരുത്തി അത് നല്ല ലെവലിലൊരു ചാരിറ്റി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്നുള്ളൊരു നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്, ഒരു NGO ആയിട്ട് ഒരു പ്രൈവറ്റ് കമ്പനി ഇതായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വഴി നമുക്ക് നല്ല ലെവലിൽ ചാരിറ്റി കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അവൾ ചെയ്യുന്ന തെറ്റുകൾ തിരുത്തണമെങ്കിൽ ഇതൊരു ചോദ്യം ചെയ്യലും കൂടി വരണോണ്ടാണ് നിങ്ങളെ ഇതിലേക്ക് ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞത്. മനസ്സിലായില്ല? അതായത് ഞാൻ വന്നിട്ട് ഇവരടിച്ച് പിരിഞ്ഞതല്ല, ഞാൻ വരുന്നതിന്റെ മുമ്പേ ഇവരടിച്ച് പിരിഞ്ഞ് 2 സൈഡിലായിരുന്നു.
അതിനുശേഷം ഞങ്ങൾ വന്ന് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഞങ്ങൾ സംസാരിച്ചോളൂ. ഞങ്ങൾ അന്ന് സംസാരിച്ച സമയത്ത് അത് ബോർഡ് മീറ്റിംഗ് ഒക്കെ കൂടി ചേച്ചി ഇരുത്തി മധ്യസ്ഥ പറഞ്ഞത് പ്രോബ്ലം ആരും അറിയാതെ സംസാരിച്ച് തീർക്കാൻ നോക്കിയ സമയത്ത് പുള്ളിക്കാർ പറഞ്ഞതിൻ്റെ പല വോയിസ് ക്ലിപ്പുകളാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പുറത്തു വിട്ടത്. അതിൽ പുള്ളിക്കാരനെ പറയുന്നുണ്ട്, ഞാൻ വസ്തു മേടിച്ചു, 10 ലക്ഷം രൂപ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തു, 15 ലക്ഷം രൂപയ്ക്ക് ഞാൻ ചിട്ടി പിടിച്ചു കൊടുത്തു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ബാക്കി ഇനി പലിശ കൊടുത്തോണ്ടിരിക്കണം, അതിന് ശേഷം എനിക്ക് കിട്ടുന്നത്. ആ പറഞ്ഞൊരു ബിൽഡിംഗ് 35 ലക്ഷം രൂപയ്ക്ക് കിട്ടുമെന്നുള്ളത് ചോദ്യം നമ്പർ 1. നീ കിട്ടിയാൽ ഈ പറയുന്ന ഒരു 10 ലക്ഷം 5 ലക്ഷം കൊടുത്തതിൻ്റെ കണക്ക് എവിടുന്നാണ്, ഇത് എവിടെ നിന്ന് മേടിച്ചു, എങ്ങനെ മേടിച്ചു എന്നുള്ളതൊക്കെ ചോദ്യചിഹ്നമായിട്ട് കിടക്കുന്നുണ്ട്. അതിനൊന്നും ഉത്തരം തരാതെ വേറെ പല കാര്യങ്ങളും പറഞ്ഞ് ഇതുപോലെ പല കമന്റുകളും ഇട്ട് ഇതിങ്ങനെ ഉണ്ടാക്കണം. അല്ലാതെ ഞാനല്ല ഇവരെ പിരിച്ചിട്ടുള്ളത്. ഇപ്പോഴും തന്നെ എന്നോട് ചോദിക്കുന്നുണ്ട്, നിനക്കുന്ന പൊക്കൂടുന്നത്. ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ പോവാം, ഞാൻ ഇതിനകത്ത് നിൽക്കുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് വെച്ചാൽ ഇത് ഈ സ്വത്തും കാര്യങ്ങളും അവരെടുക്കും, ഇതാക്കും. ബ്രദറിന് അവരെ കൂടെ കൂട്ടാൻ എന്തായാലും പോകുന്നില്ല. ഇപ്പോഴത്തെ പ്രസന്റിൽ നടക്കുന്ന പ്രശ്നം അതാണ്. പിന്നെ നമ്മളൊരു സാമ്പത്തിക തർക്കത്തിന്റെ പുറത്താണോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും 100% ഇവർ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിന്റെ പുറത്താണ്. അത് സാമ്പത്തിക തർക്കത്തിന്റെ പുറത്തെന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവുമാണ്. അതുകൊണ്ട് തന്നെ ബ്രദർ പൂർണ്ണമായി ചേച്ചിയെ വിശ്വസിച്ച് ഓഫീസ് കാര്യങ്ങൾ മൊത്തം ചേച്ചിയുടെ അണ്ടറിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് എല്ലാ സ്റ്റാഫുകളും ഒറ്റയടിക്ക് ഇറങ്ങിപ്പോന്നത്. മനസ്സിലായി? ചേച്ചിയുടെ കയ്യിലായിരുന്നു ഓഫീസിന്റെ പൂർണ്ണ ഭരണം. അത് ബ്രദറിനെ സംബന്ധിച്ച് ബ്രദർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുക്കലും വീഡിയോ എടുക്കലും മറ്റ് പല പുറത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കി പുള്ളി എപ്പോഴും അതിന്റെ പിന്നാലെ തിരക്കിലായിരുന്നു. പിന്നെ പുള്ളി അറിയുന്നത് ഇയർലി കണക്ക് പറയുമ്പോഴോ അല്ലെങ്കിൽ ഓഡിറ്റർ എന്തെങ്കിലും ഡൗട്ട്സുകൾ കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമാണ് പുള്ളി ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ. അങ്ങനെയുള്ളൊരു ശ്രദ്ധക്കുറവ് എന്നുള്ളൊരു വീഴ്ച പുള്ളിയുടെ ഭാഗം വന്നിട്ടുണ്ട്. അത് എപ്പോൾ പുള്ളി ആ ശ്രദ്ധക്കുറവ് വന്നു, അതിൽ നിന്ന് തെറ്റ് പുള്ളി മനസ്സിലാക്കിയോ, പുള്ളി ഇത് തിരുത്താൻ വേണ്ടി നിന്നപ്പോഴാണ് പുള്ളിക്ക് ഇത് വന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ധ്യാനം കൂടി ഒരു ചേച്ചി വിളിച്ചപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. പുള്ളി ഇസ്ലാം മതവിശ്വാസി ആയിരുന്ന സമയത്ത് ക്രിസ്ത്യൻ മതമാണ് സത്യം, അതാണ് ഏകദൈവം എന്ന് മനസ്സിലാക്കി ആ ഒരു വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ, അത് ആ ഒരു സത്യത്തിന്റെ കൂടെ അന്ന് നിന്നപ്പോൾ പുള്ളിക്ക് പുള്ളിയുടെ വാപ്പാനെയും ഉമ്മാനെയും കുടുംബങ്ങളും ആ ഒരു സമൂഹം തന്നെ നഷ്ടപ്പെട്ടു. മനസ്സിലായി? സത്യത്തിന്റെ കൂടെ നിന്നപ്പോൾ. ഇപ്പോഴും അതുപോലെ തന്നെ ജിജി ചെയ്ത തെറ്റുകൾ, ഇത് ആദ്യം പുള്ളി ഇങ്ങനെ വിഷയങ്ങൾ നടന്നപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കുടുംബ പ്രശ്നമല്ലേ തീർത്തൂടെ എന്നുള്ളത്. പുള്ളി പോയിട്ട് ആദ്യം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വീഡിയോ ചെയ്യാനോ ആരെയും കുറ്റം പറയാനോ നിന്നിട്ടില്ല. ഇത് പുള്ളി പറഞ്ഞെന്താ, ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് അധികാരികളുടെ മുമ്പിൽ ഇതിന്റെ കണക്ക് കാര്യങ്ങൾ പുള്ളി ബോധിപ്പിക്കും എന്നുള്ളത് അവരോട് പറഞ്ഞിരുന്നു. ആ ഭീഷണി പേടിച്ചിട്ടാണ് ഇവർ ഈ കഴിഞ്ഞ 25-ാം തീയതി അവരെ വീട്ടിൽ പോയിട്ട്, അത് ബ്രദർ താമസിക്കുന്ന ഓഫീസിൽ, അവർ പറഞ്ഞ വീട്, ആ വീട്ടിൽ പോയി, ആ ഓഫീസിൽ പോയി അവിടെ ഇപ്പൊ കണ്ട അഭ്യാസങ്ങളൊക്കെ കാണിച്ച് അവർ എന്താ പറയുക, അതിനുശേഷം ദേവസ്യ ആന്റണി മാഷ വീട്ടിലും പോയി കുറെ ഇതൊക്കെ കാണിച്ച് പ്രശ്നങ്ങളൊക്കെ കാണിച്ച് അവരൊരു ഹോസ്പിറ്റലിൽ പോയി വീട്ടിലിരിക്കുന്നു.